ആയിരക്കണക്കിന് വവ്വാലുകളുടെ കൂട്ടത്തോടെയുള്ള വാസം മൂലം ചെങ്ങന്നൂർ പാണ്ടനാട് പഞ്ചായത്തിലെ ഒരു നാട് മുഴുവൻ നിപ്പ ഭീതിയിലും ദുരിതത്തിലും. ചെങ്ങന്നൂർ പാണ്ടനാട് പഞ്ചായത്തിലെ 11, 12 വാർഡുകളുടെ തുടക്കമായ മുറിയായിക്കര ഭാഗം മുതൽ ആനന്ദേശ്വരം ക്ഷേത്രത്തിന്റെ പരിസരം വരെയുള്ള പ്രദേശമാണിത്. ഇവിടുത്തെ ഐക്കരേപ്പുരയിടം, നിരണത്തപ്പുരയിടം, കണ്ടത്തിൽപുരയിടം തുടങ്ങിയ ഭൂമിയിലെ വൻമരങ്ങളിൽ ആയിരക്കണക്കിന് വവ്വാലുകളാണ് തലകീഴായി വസിക്കുന്നത്. ഇവയുടെ ഭീതിപ്പെടുത്തുന്ന ശബ്ദവും കോലാഹലങ്ങളും കാരണം പരിസരവാസികൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ശബ്ദകോലാഹലങ്ങൾക്ക് പുറമെ പ്രദേശത്ത് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളും ഈ വവ്വാലുകൾ സൃഷ്ടിക്കുന്നുണ്ട്. ഞാൻ പാണ്ടനാട് പഞ്ചായത്ത് പ്രസിഡന്റ്, 11-ാം വാർഡിലെ മെമ്പർ കൂടിയാണ്. നമ്മുടെ 11-ാം വാർഡിൽ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ വവ്വാലുകളുടെ ശല്യം. അതിൻ്റെ കത്ത് നമുക്ക് പഞ്ചായത്തിൽ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ കത്ത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലും വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റിലും ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളത് വന്ന് കണ്ട് മനസ്സിലാക്കിയ അവസ്ഥയാണ്. ഇതിന് വേണ്ട നടപടികൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം വസ്തുവിൻ്റെ ഉടമസ്ഥർക്ക് കത്ത് നൽകിക്കൊണ്ട് മരങ്ങൾ അടിയന്തരമായി കാട് വിട്ട് തെളിക്കാനും അതിൻ്റെ ഉള്ള സംവിധാനങ്ങൾ ചെയ്യാം. പിന്നെ ഹെൽത്തുമായിട്ട് ആലോചിച്ച് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള നടപടികൾ എത്രയും വേഗം ചെയ്യാമെന്ന് പറഞ്ഞു. ഈ മാവലിൻ്റെ ശല്യം ഭയങ്കരമായി വരിക, കുടിവെള്ളം നഷ്ടമാകുന്നു, മുറ്റത്തോട്ട് ഇറങ്ങാനൊക്കത്തില്ല, കാഷ്ടം തലയിൽ വീഴുക, അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ ഈ കൃഷി സംബന്ധമായിട്ട് എല്ലാം നശിപ്പിക്കുന്നുണ്ട്. ആണല്ലേ? ഈ മാവിൻ്റെ കാഷ്ടം വേണം, എല്ലാം നാമ്പെല്ലാം പോകും. ഹെൽത്തിൽ നിന്ന് ഞാൻ HI ആയിട്ട് സംസാരിച്ചതും പ്രകാരം HI പറഞ്ഞത് അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ഒരു അവയർനെസ് കൊടുക്കുക, അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. വെറ്റിനറിക്കാണേലും അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹെൽത്തിലൊരു അവയർനെസ് കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാം. അതാണ് ഹെൽത്തിൽ നിന്ന് പറഞ്ഞത്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് വനം വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് വല്ലതും വേണ്ട നടപടി സ്വീകരിക്കും. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ മേൽനടപടിയിലേക്ക് നമുക്ക് മുമ്പോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാം. അടിയന്തരമായിട്ട് നമ്മൾ പഞ്ചായത്ത് ഇടപെട്ട് അതിൻ്റെ ഒരു നീക്കമൊക്കെ ചെയ്യാം. ഇവയുടെ വിസർജ്യ വസ്തുക്കൾ വീടുകളുടെ മുകളിലും കിണർ ഉൾപ്പെടെയുള്ള കുടിവെള്ള സ്രോതസ്സുകളിലുമാണ് വന്നു വീഴുന്നത്. ഇത് വെള്ളത്തിൽ ലയിച്ചു ചേരുന്നതോടെ പ്രദേശത്തെ കിണറുകളിലെ വെള്ളം പൂർണ്ണമായും ഉപയോഗശൂന്യമായി മാറി. പറന്നു പോകുമ്പോൾ സമീപത്തെ ജലാശയങ്ങളിലും ഇവ വിസർജ്യം നിക്ഷേപിക്കുന്നുണ്ട്. നിപ്പ ഉൾപ്പെടെയുള്ള മാരകമായ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുവാൻ സാധ്യതയുള്ളതിനാൽ വവ്വാലുകൾ കൂട്ടത്തോടെ വസിക്കുന്ന ഈ മരങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതിനു പുറമെ ഈ പുരയിടങ്ങൾക്ക് ചുറ്റും വൻതോതിൽ കുറ്റിക്കാടുകളും നിറഞ്ഞു നിൽക്കുകയാണ്. ഇത് കാട്ടുപന്നികളുടെയും മാരകമായ വിഷജന്തുക്കളുടെയും അധിവാസ കേന്ദ്രമായി മാറിയിരിക്കുന്നു. പകർച്ചവ്യാധി ഭീതിയിലും വന്യജീവി ശല്യത്തിലും ജനങ്ങൾ ഭയന്നു കഴിയുമ്പോൾ ഈ നാടിന്റെ നന്മയോർത്ത് ഈ ഗുരുതരമായ അവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം കാണാൻ അധികൃതർ അതീവ ജാഗ്രത കാണിക്കണമെന്നാണ് പാണ്ടനാട്ടിലെ നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.